മഞ്ചേരി അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, ഏറനാട് പി കെ ബഷീർ, മലപ്പുറം പി കെ കുഞ്ഞാലിക്കുട്ടി, മങ്കട മഞ്ഞളാംകുഴി അലി, പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം, വേങ്ങര കെ എം ഷാജി, വേങ്ങര കോട്ടക്കൽ ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂർ കുറുക്കോളി മൊയ്തീൻ, താനൂർ പി കെ നവാസ്, തിരുരങ്ങാടി പി എം എ സമീർ, മണ്ണാർക്കാട് എൻ ഷംസുദ്ദീൻ, ഗുരുവായൂർ സി എച്ച് റഷീദ്, കളമശ്ശേരി അഡ്വക്കേറ്റ് ബി ഇ അബ്ദുൽ ഗഫൂർ. ഇതിപ്പോൾ 25 സ്ഥാനങ്ങളിലേക്കുള്ള ലിസ്റ്റാണ് ഇപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ളത്. ഇനി 2 പുനലൂരിലും ചേലക്കരയിലും അവിടെ കൂടി മുസ്ലിം ലീഗ് മത്സരിക്കുന്നുണ്ട്. അത് 2 ദിവസത്തിനകം അത് പ്രഖ്യാപിക്കുന്നതാണ്. പുനലൂരിലും ചേലക്കരയിലും. ഇനി വായിക്കണോ? അത് പുനലൂരും ചേലക്കരയിലും. കോങ്ങാട് മാറി പകരം ചേലക്കര. ഇനി എന്താ വേണ്ടി? ആ വായിച്ച വായിക്കണോ? വായിക്കണം. ഉണ്ടോ? ഇനി വായിക്കണോ? പിന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബ്, അദ്ദേഹം മത്സര രംഗത്തേക്ക് മത്സരിക്കുന്നില്ല എന്ന് പാർട്ടിയെ അറിയിക്കുകയുണ്ടായി. മജീദ് സാഹിബ് നേരത്തെ തന്നെ മത്സരരംഗത്ത് നിന്ന് പിൻവാങ്ങിയിട്ടുള്ളതാണ്. ജില്ലാ സെക്രട്ടറിയും മത്സരിക്കുന്നില്ല. അത് മറ്റന്നാൾ പറയും. ചേലക്കരയും നമ്മുടെ പുനലൂരും. അത് പുനലൂരാണോ ചടയമംഗലമാണോ എന്ന് തീരുമാനമായിട്ടില്ല. അതിനുശേഷം നമുക്ക് പറയാം. മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്ററും മത്സരരംഗത്തില്ല. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നറിയിക്കുന്നുണ്ട്. ആരാ വേണ്ടി? മുസ്ലിം ലീഗ് യുവാക്കൾക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നന്നായി നിൽക്കാം. മലപ്പുറത്തേക്ക് സ്വാഗതം ചെയ്യാണ്. ഇനി വയല് കൂട്ടുകയാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു. 27 സീറ്റുകളിൽ 25 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. 2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ചേലക്കരയും മറ്റൊന്ന് പുനലൂരോ ചടയമംഗലമോ, ഇതിലേതാണ് സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടുക എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം UDF ഉണ്ടായിട്ടില്ല. ഒരു സീറ്റിൽ എന്തായാലും 27 സീറ്റുകളിൽ 25 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മഞ്ചേശ്വരത്ത് AKM അഷറഫാണ്, കാസർഗോഡ് മൈൻ ഹാജിയാണ്, അഴീക്കോട് കരീം ചേലേരി,
കൂത്തുപറമ്പ് ജയന്തി രാജൻ. അതിൻ്റെ പ്രത്യേകത കൂത്തുപറമ്പിൽ ഒരു വനിത മത്സരിക്കുന്നു, ജയന്തി രാജൻ മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വനിത കൂടി മത്സരിക്കുന്നുണ്ട്, ഫാത്തിമ തെഹ്രിയ പേരാമ്പ്രയിൽ മത്സരിക്കുന്നുണ്ട്. ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിരയിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള മത്സരിക്കുന്നു, പേരാമ്പ്രയിൽ ഫാത്തിമ തെഹ്ലിയ, തിരുവമ്പാടിയിൽ കാസിം കൂടരഞ്ഞി, കൊടുവള്ളിയിൽ PK ഫിറോസ്, കുന്നമംഗലത്ത് റസാഖ് മാസ്റ്റർ, കോഴിക്കോട് സൗത്ത് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, വള്ളികുന്ന് TV ഇബ്രാഹിം, കൊണ്ടോട്ടി TP അഷ്റഫ് അലി, മഞ്ചേരി അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, ഏറനാട് PK ബഷീർ, മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടി, മങ്കട മഞ്ഞളാങ്കുഴി അലി, പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം, വേങ്ങര KM ഷാജി, കോട്ടക്കൽ ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂർ കുറുക്കോളി മൊയ്തീൻ, താനൂർ PK നവാസ്, തിരൂരങ്ങാടി PMA സമീർ, മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, ഗുരുവായൂർ CH റഷീദ്, കളമശ്ശേരി EV അബ്ദുൾ ഗഫൂർ ഇവരാണ് മത്സരിക്കുന്നത്. മുതിർന്ന നേതാക്കളായ PMA സലാമും KP മജീദും മത്സരിക്കുന്നില്ല എന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ലീഗിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇനി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആണ്. കേരളത്തിൽ ഭരണം ആഗ്രഹിക്കുന്ന പാർട്ടി എന്നൊക്കെ പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. ഇതുവരെയും ഒരു സ്ഥാനാർത്ഥിയെ പോലും പൂർണ്ണമായും പ്രഖ്യാപിക്കാൻ, അല്ലെങ്കിൽ ചില ധാരണയൊക്കെ ഉണ്ടെങ്കിലും പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് കഴിഞ്ഞിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇന്നലെ മുതൽ പാർട്ടി നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.